ഏതൊരു ബിസിനസ്സിനും ഏതൊരു സർവീസിനും ടോക്സിക്കായ ചില ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇതിനെ നമുക്ക് ബിസിനസ് ടോക്സിസിറ്റി എന്ന് പറയാം. എന്ന് വെച്ചാൽ ബിസിനസ്സിന് തുരങ്കം വെക്കുന്ന ആളുകൾ. ഏതൊരു ബിസിനസ് ആവട്ടെ, ഏതൊരു സർവീസ് ആകട്ടെ, അവരുടെ ജീവിത നിലവാരം, അവർക്കതുകൊണ്ട് ഉപജീവനം കഴിക്കാൻ പറ്റാത്തൊരു നിലപാടിൽ ഒരു റീസണബിൾ പ്രോഫിറ്റ് ഇല്ലാതെ അത് റണ്ണാവാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 20 രൂപക്ക് ഊണ്. ഏതൊരു പൊട്ടനും അറിയാം 20 രൂപക്ക് ഊണ് കൊടുക്കാൻ പറ്റില്ല എന്ന്. കാരണം എന്താണ്? 20 രൂപയുടെ റോ മെറ്റീരിയൽസ് കൊണ്ട് 20 രൂപയുടെ ഊണ് ഉണ്ടാക്കാൻ കഴിയില്ല. പ്രോഫിറ്റ് ഈസ് സീറോ ഓർ നെഗറ്റീവ്. രണ്ടാമത്തത് ഒരാൾ പറയുന്നു 10 രൂപക്ക് ചായയും അതിനുള്ള പലഹാരവും, ചായയും കടിയും എന്ന് നാടൻ ഭാഷയിൽ പറയാം. ഇവിടെയും സെയിം തന്നെ, സീറോ പ്രോഫിറ്റ് ഓർ നെഗറ്റീവ് പ്രോഫിറ്റ്. ഇവന്റെ കയ്യിൽ നിന്ന് കാശ് ഇറക്കി അവൻ ചെയ്യുന്നു. ഇനി 30 രൂപക്ക് നമുക്ക് ബിരിയാണി ഒരാൾ കൊടുക്കണം. നമുക്കറിയാം ബിരിയാണി കണ്ടന്റ് ഒരിക്കലും 30 റുപ്പീസിന് കൊടുക്കാൻ സാധിക്കില്ലെന്ന്. ഹിയർ അവന് 5 രൂപയോ 2 രൂപയോ ലാഭം. ഞാൻ ഇവരോട് ചോദിക്കുന്നത്, വൈ യു ക്യാൻ ഗീവ് ഇറ്റ് ഫ്രീ? എന്തുകൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുത്തുകൂടാ? അപ്പോ നിങ്ങളുടെ ഉദ്ദേശം ചാരിറ്റി അല്ല, നിങ്ങളുടെ ഉദ്ദേശം സർവീസ് അല്ല, നിങ്ങളുടെ ഉദ്ദേശം ആ മേഖല തകർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ലാഭം കിട്ടാതെ ഒരു ബിസിനസ്സും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് അവരുടെ ഉപജീവനത്തിനാണ്. അപ്പൊ ആ മേഖലയെ തകർക്കാതെ, ആ മേഖലകളിൽ നിന്ന് മിനിമം ഒരു മാർജിൻ കിട്ടാത്ത രൂപത്തിൽ ആ ബിസിനസ്സിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരുടെ മനസ്സിലിരിപ്പ് ഒരെണ്ണം മാത്രമാണ്. ഫ്രാങ്ക്ലി ഐ സേ, ആ തൊഴിൽ ചെയ്ത് വേറൊരുത്തൻ ജീവിക്കാൻ അനുവദിക്കില്ല. എന്താണ് ഇവനെ പറയേണ്ടത്? ഇവനെന്താ പറയേണ്ടത്? തുരങ്കം വെക്കുന്നവൻ, അണ്ടർ കട്ട് പീപ്പിൾ, അണ്ടർ എസ്റ്റിമേറ്റ് പീപ്പിൾ, നോ കോൺഫിഡൻസ് പീപ്പിൾ. ഐ സേ ദീസ് ആർ ടോക്സിക് പീപ്പിൾ ടു ദാറ്റ് ബിസിനസ്. ദീസ് ആർ ടോക്സിസിറ്റി. ആ ബിസിനസ്സിന് നശിപ്പിക്കുന്ന വിഷമാണ് ഇവര്. അല്ലാതെ അവരുടെ മനസ്സിലിരിപ്പ് സർവീസ് അല്ല. സർവീസ് ആണെങ്കിൽ വൈ യു ക്യാൻ ഗീവ് ഇറ്റ് ഫോർ ഫ്രീ? എന്തുകൊണ്ട് നിനക്കത് ഫ്രീ ആയിട്ട് കൊടുത്തുകൂടാ? അപ്പൊ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasidentclinic.com. താങ്ക് യു.